കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അതിശക്തമായ ഒരു നിയമ പോരാട്ടത്തിനും അന്വേഷണത്തിനുമാണ് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസ് ഇപ്പോൾ വേദിയാകുന്നത്. സാധാരണ ഒരു രാഷ്ട്രീയ വിവാദം എന്നതിനപ്പുറം ഭരണസിംഹാസനത്തിന്റെ നെടുംതൂണുകളെ പോലും പിടിച്ചുലയ്ക്കാൻ പോകുന്ന സ്ഫോടനാത്മകമായ നീക്കങ്ങളാണ് അണിയറയിൽ അരിച്ചുപെറുക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ച അനുകൂല വിധി ഇഡിക്ക് പകർന്നു നൽകിയിരിക്കുന്നത് ആനുകൂല്യങ്ങളുടെ വൻ ആയുധപ്പുരയാണ്. നിയമത്തിന്റെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് പ്രതിരോധത്തിന്റെ ഒരു ചെറിയ വിടവ് പോലും എതിരാളികൾക്ക് നൽകാതെയുള്ള അതിശക്തമായ ചതുരംഗ കളിയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പയറ്റുന്നത്. CMRL കമ്പനി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള എല്ലാ സാധ്യതകളും മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ തക്കവണ്ണം അതിശ്രദ്ധയോടും പഴുതടച്ചതുമായ നീക്കങ്ങളാണ് ED ഉദ്യോഗസ്ഥർ ഡൽഹിയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച് ഉറപ്പിച്ചിരിക്കുന്നത്. ഇനി ലക്ഷ്യം മറ്റാരുമല്ല, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ തന്നെയാണ് ഈ അന്വേഷണത്തിന്റെ കേന്ദ്രബിന്ദു. കേവലം നോട്ടീസ് അയക്കലിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇനിയുള്ള നടപടികൾ. വീണ വിജയന്റെ പേരിൽ വിവിധ ബാങ്കുകളിലുള്ള ലോക്കറുകൾ വരും ദിവസങ്ങളിൽ തുറന്നു പരിശോധിക്കാനാണ് ED സംഘത്തിന്റെ അടിയന്തര തീരുമാനം. ഇതിലൂടെ വിദേശ അക്കൗണ്ടുകളിലേക്ക് ഒഴുകിയ പണത്തിന്റെ സ്രോതസ്സും അവിടെ നിന്നും നടന്ന നിഗൂഢമായ പണമിടപാടുകളും അരിച്ചു പെറുക്കി പുറത്തെടുക്കുക എന്നതാണ് EDയുടെ പ്രഖ്യാപിത ലക്ഷ്യം. ലഭിച്ച പണം എങ്ങോട്ട് പോയി, ആരുടെയൊക്കെ കൈകളിലെത്തി, സേവനം നൽകാതെ വാങ്ങിയ കോടികളുടെ പിന്നിലെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടി തേടിയാണ് അന്വേഷണ സംഘം മുന്നോട്ടു പോകുന്നത്. ഇതിന്റെ ആദ്യപടിയായി വീണ വിജയന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള ഔദ്യോഗിക സമൻസ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കൈമാറും. നിയമത്തിന്റെ കൈകളിൽ നിന്നും ഇനി അത്ര എളുപ്പത്തിൽ ആർക്കും ഒഴിഞ്ഞു പോകാനാകില്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ ED ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തെ ആകെ ഉലച്ചുകളഞ്ഞ മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തങ്ങളുടെ അടിയന്തര നീക്കങ്ങളിലേക്ക് കടക്കുമ്പോൾ പതിവ് പോലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രതിരോധ ക്യാപ്സ്യൂളുകളുടെ പൊരുളുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അടിയോടെ തകർക്കാൻ വേണ്ടി BJP അങ്ങ് ഡൽഹിയിൽ ഇരുന്ന് മെനഞ്ഞെടുത്ത തന്ത്രത്തിന്റെ ഭാഗമാണ് എന്ന വലിയൊരു പുകമറ സൃഷ്ടിക്കാൻ ഭരണ അനുകൂല കേന്ദ്രങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച രാഷ്ട്രീയ ശത്രുക്കളെ വേട്ടയാടുന്നു എന്ന ഇരവാദമുയർത്തി ഈ വലിയ സാമ്പത്തിക ഇടപാടിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ നോക്കുന്നവരുടെ ആ വലിയ വാദത്തെയാണ് ഇപ്പോൾ പ്രഖ്യാപിത യാഥാർത്ഥ്യങ്ങൾ വെച്ച് രാഷ്ട്രീയ നിരീക്ഷകർ അപ്പാടെ പൊളിച്ചെടുക്കുന്നത്. കാരണം വളരെ ലളിതമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ BJPക്ക് ഈ കേസ് കുത്തിപ്പോക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥവും പ്രധാനപ്പെട്ടതുമായ പ്രതിയോഗി അല്ലെങ്കിൽ ശത്രു എന്ന് പറയുന്നത് ഒരിക്കൽ പോലും BJP ആയിരുന്നില്ല, ഇപ്പോഴുമല്ല. അവിടെയാണ് രാഷ്ട്രീയ തന്ത്രങ്ങളുടെ അടിയൊഴുക്കുകൾ വ്യക്തമാകുന്നത്. BJPക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ഈ കേസ് വളരെ മുൻപ് തന്നെ കുത്തിപ്പൊക്കാമായിരുന്നു. അതിനുള്ള എല്ലാ കേന്ദ്ര അധികാരങ്ങളും സംവിധാനങ്ങളും അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നിട്ടും അവർ അതിനൊരിക്കൽ പോലും തുനിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഈ ന്യായീകരണക്കാർ മനഃപൂർവ്വം മറച്ചുവെക്കുകയാണ്. അതിനുള്ള കാരണം കേരളത്തിലെ ദ്വിധ്രുവ രാഷ്ട്രീയത്തിന്റെ ഘടന തന്നെയാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് UDFും കോൺഗ്രസുമാണ്, അല്ലാതെ വോട്ട് വിഹിതത്തിൽ വളരെ പിന്നിൽ നിൽക്കുന്ന BJP ഒന്നുമല്ല. ഇങ്ങനെയൊരിടത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ BJP ശ്രമിച്ചാൽ അതിന്റെ നേരിട്ടുള്ള രാഷ്ട്രീയ ലാഭം കൊണ്ടുപോകുന്നത് കോൺഗ്രസ് മാത്രമായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ വലിയ രാഷ്ട്രീയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. തങ്ങൾക്ക് ഒരിക്കൽ പോലും മുഖ്യ പ്രതിയോഗിയല്ലാത്ത ഒരു സംസ്ഥാനത്ത് മറ്റൊരു ശത്രുവായ കോൺഗ്രസിന് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി BJP എന്തിനാണ് സ്വന്തം പണവും സമയവും കേന്ദ്ര ഏജൻസികളെയും ഉപയോഗിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ നോക്കുന്നത് എന്ന ചോദ്യത്തിനു മുന്നിൽ ഈ BJP തന്ത്രം എന്ന വാദം അമ്പെ തകരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് BJPയുടെ തന്ത്രമാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വില കുറഞ്ഞ അടവ് മാത്രമാണ്. ഈ കേസിന്റെ യഥാർത്ഥ ഉറവിടം എന്ന് പറയുന്നത് ആദായ നികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിൽ ഒരു സ്വകാര്യ കരിമണൽ കമ്പനി സ്വയം നൽകിയ ഔദ്യോഗിക രേഖകളും മൊഴികളുമാണ്. ഒരു സേവനവും നൽകാതെ മാസപ്പടിയായി കോടികൾ വാങ്ങിക്കൂട്ടിയെന്ന് കണ്ടെത്തിയത് നിയമ സംവിധാനങ്ങളാണ്, അല്ലാതെ BJPയുടെ രാഷ്ട്രീയ കമ്മിറ്റിയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രാഷ്ട്രീയമായി തകർക്കാൻ BJPക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവർ ഇത്രയും നാൾ ഈ കേസിന് പിന്നാലെ പോകാതിരുന്നതെന്നും ഇപ്പോൾ കോടികളുടെ ശക്തമായ ഇടപെടലുകളും ഉത്തരവുകളും കൊണ്ട് മാത്രമാണ് ഇടിക്ക് ഇതിൽ പഴുതടച്ചുള്ള അടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടി വന്നതും. അതുകൊണ്ട് BJP തന്ത്രം എന്ന് പറഞ്ഞ് ഒളിച്ചോടാൻ നോക്കാതെ ബാങ്ക് ലോക്കറുകൾ തുറക്കുമ്പോഴും വിദേശ അക്കൗണ്ടുകൾ പരിശോധിക്കുമ്പോഴും പുറത്തു വരാൻ പോകുന്ന ആ ശതകോടികളുടെ സാമ്പത്തിക രഹസ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ നേതൃത്വം തയ്യാറാകണം. രാഷ്ട്രീയ പുകമറകൾക്ക് പിന്നിൽ ഇനി എത്ര ഒളിച്ചാലും നിയമത്തിന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന
കൃത്യമായ സന്ദേശം തന്നെയാണ് കൊച്ചിയിലെ ED ആസ്ഥാനം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് വീണ വിജയനിൽ മാത്രം അവസാനിക്കുന്ന ഒരു വേട്ടയൊന്നുമല്ല. CMRL കമ്പനിയുമായി കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ, തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പ്രമുഖരിലേക്ക് അന്വേഷണത്തിന്റെ വ്യാപ്തി നീളുകയാണ്. വരും ദിവസങ്ങളിൽ കേരളം കാണാൻ പോകുന്നത് കൊച്ചിയിലെ ED ഓഫീസുകളിലേക്ക് വരിയായി എത്തുന്ന ഉന്നതരുടെ നിരയായിരിക്കും. CMRLലെ ഉന്നത ഉദ്യോഗസ്ഥരെയും അവരുമായി അടുത്ത ബന്ധം പുലർത്തിയ രാഷ്ട്രീയ നേതാക്കളെയും കൊച്ചിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ വീണ വിജയനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. ലഭിച്ച പണം വെളുപ്പിച്ചത് എങ്ങനെയെന്നും അത് ഏതൊക്കെ വിദേശ നിക്ഷേപങ്ങളിലേക്ക് വഴിമാറിയെന്നും കണ്ടെത്താൻ ഡിജിറ്റൽ തെളിവുകളുടെ വൻ ശേഖരമാണ് ED ഇതിനോടകം തന്നെ തരംതിരിച്ചിരിക്കുന്നത്. അതിശക്തമായ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്കും ഈ നീക്കം വഴി തുറക്കുമെന്നതിൽ സംശയമില്ല. രാഷ്ട്രീയ പ്രേരിതമെന്ന ഭരണപക്ഷം ആരോപിക്കുമ്പോഴും കൃത്യമായ തെളിവുകളുടെയും കോടതി ഉത്തരവുകളുടെയും പിൻബലത്തിലാണ് തങ്ങളുടെ നീക്കമെന്ന് ED അടിവരയിടുന്നു. നിയമ പോരാട്ടത്തിന്റെ അടുത്ത ഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ വെച്ച് തിരിച്ചടി ഉണ്ടാകാതിരിക്കാൻ EDയുടെ ലീഗൽ സെൽ അതീവ ജാഗ്രതയിലുമാണ്. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വൻ കൊടുങ്കാറ്റുകൾക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പാണ്. ലോക്കറുകൾ തുറക്കുമ്പോൾ പുറത്തുവരുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? വിദേശ അക്കൗണ്ടുകളുടെ രേഖകൾ ആരുടെയൊക്കെ നെഞ്ചിരിപ്പാണ് കൂട്ടുക? EDയുടെ ഈ പഴുതടച്ച നീക്കത്തിന് പിന്നിൽ CMRLനും വീണ വിജയനും എത്ര നാൾ പ്രതിരോധം തീർക്കാൻ കഴിയും? കേരളം ഒന്നടങ്കം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കൊച്ചിയിലെ ED ഓഫീസിലേക്ക് തന്നെയാണ്.